കർണാടകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി, വന്യജീവികൾ വിഹരിക്കുന്ന കൊടും കാട്. അതിൽ ഒറ്റപ്പെട്ടു പോയ ഒരു യുവതിയുണ്ട്. കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ലോകം മുഴുവൻ കാത്തിരുന്ന ശരണ്യ. പക്ഷേ ശരണ്യ ഇപ്പോൾ സൂപ്പർ ശരണ്യയായി മാറിയിരിക്കുകയാണ്. എന്താണ് ശരിക്കും അവിടെ കാട്ടിൽ സംഭവിച്ചത്? കുറേയൊക്കെ നടന്നു നോക്കി, ഏകദേശം ലൊക്കേഷൻ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് നടന്നു നോക്കി. പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴും നെറ്റ്വർക്ക് ചെറുതായിട്ട് വന്നപ്പോൾ എൻ്റെ ഹോം സ്റ്റേ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു വഴി തെറ്റിയിട്ടുണ്ട്, ചെക്ക് പോസ്റ്റിലൊന്ന് ഇൻഫോം ചെയ്യണമെന്ന്. പക്ഷെ ആളത് കറക്റ്റായിട്ട് കേട്ടോന്ന് എനിക്കറിയില്ല. ചെക്ക് പോസ്റ്റിലെത്തിയാൽ വിളിക്കാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്തു. പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രണ്ടിന് ടെക്സ്റ്റ് ചെയ്യായിരുന്നു. ഇവരുടെ ഒരു ആരണ്യ സംതിങ് അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, അതിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ട്രക്കിംഗ് ഒക്കെ. അപ്പം അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എടുത്ത് വിളിക്കുക, എൻ്റെ ഇത് ലോസായി എന്ന് പറഞ്ഞിട്ട്. അത് ടൈപ്പ് ചെയ്ത് സെൻഡ് ബട്ടൺ അമർത്തുമ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇനി കമ്മ്യൂണിക്കേഷൻ ഇല്ല, അപ്പം സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്താലേ രക്ഷപ്പെടുമെന്ന്. അങ്ങനെ നടക്കുമായിരുന്നു. എപ്പോഴാണ് അവിടെ കുടകിൽ ചെന്നത്? ഇപ്പം ഒറ്റയ്ക്കൊന്നും അകത്തേക്ക് കടത്തി വിടില്ല അല്ലേ, ഒരു ഗ്രൂപ്പായി കടത്തി വിടുള്ളൂ. നിങ്ങൾ എത്ര പേരുള്ള സംഘമായിരുന്നു? ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. ഞാൻ കയറുമ്പം ഒരു 6 പേരുടെ ഗ്രൂപ്പും ഞാനും പിന്നെ ഒരു 3 പേരുടെ ഗ്രൂപ്പ് വരുന്നുണ്ടായിരുന്നു. പിന്നെ 2 പേര് പിന്നെ എപ്പോഴും കയറിയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നിങ്ങൾ ഓരോരുത്തരാണോ കയറിക്കൊണ്ടിരുന്നത്, അതോ എപ്പോഴും ഗ്രൂപ്പായിട്ടാണോ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്? അതെങ്ങനെ ഈ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയത് ഏത് സാഹചര്യത്തിലായിരുന്നു? അല്ല, അവർ ആദ്യം ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടുമ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒന്നിച്ചാണ് വിടുന്നത്. ഒരു ടൈമിൽ മീൻസ് ഇപ്പം 8 o'clock വിടുമെന്ന് പറഞ്ഞിട്ട് വന്നവരെല്ലാവരെയും ഇവിടെ ഇരുത്തിയിട്ട് ഒന്നിച്ചാണ് വിടുന്നത്. ഇത് മേലെത്തിയ ശേഷം ഇറങ്ങുന്നതാണ്. അപ്പം പീക്കിലെത്തിയാൽ നമ്മൾ ചിലർ കുറേ നേരം അവിടെ നിൽക്കും, കുറച്ച് നേരം പെട്ടെന്ന് ഇറങ്ങുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്കാണ് വഴി തെറ്റിയത്. എത്ര നേരം എടുത്ത് പീക്കിലെത്താൻ? ശരിക്കും ചെറിയ ടൈമേ ഉള്ളൂ, 2 hours ഒക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഇതിൻ്റെ ഗ്യാസ് ഉണ്ടോ, അതോ ഫുഡ്, വെള്ളം, അങ്ങനെ മറ്റു സാമഗ്രികളുണ്ടോ, അതോ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണോ പോകുന്നത്? അല്ല, ഇത് ചെറിയ ട്രക്കായ കാരണം ഞാൻ പവർ ബാങ്ക് ഒന്നും കരുതിയില്ല. ഫോൺ ഉണ്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നു, ഒരു പഴം ഉണ്ടായിരുന്നു, ഒരു 500 ml വെള്ളം ഉണ്ടായിരുന്നു. ഇത്ര സാമഗ്രികൾ മാത്രമേ കയ്യിലുണ്ടാവും. പിന്നെ ID കാർഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ. സാധാരണ നമ്മൾ ഈ കുറച്ച് ദീർഘയാത്രയ്ക്ക് പോകുമ്പം പവർ ബാങ്കും മറ്റ് സജ്ജീകരണങ്ങളൊക്കെ കരുതാറുണ്ട് അല്ലേ? അതെ, സാധാരണ ഞാൻ ട്രക്കിങ്ങിന് പോകുമ്പോഴും എടുക്കാറുണ്ട്. ഇത് വളരെ ചെറിയ ട്രക്കാണ്, 12 മണിയാകുമ്പോഴേക്ക് താഴെ എത്താം എന്നുള്ളതുകൊണ്ടാണ് ഒന്നും എടുക്കാറുള്ളത്. എപ്പോഴാണ് ശരിക്കും വഴി തെറ്റിയത്? എങ്ങനെ ഒരു നായെ കണ്ട് നിൽക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതോ എങ്ങനെയാണ് വഴി തെറ്റി? ഈ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് പിരിഞ്ഞത് ശരിക്കും? പീക്കിൽ നിന്ന് ഒരു 2 ടേണൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടേണൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 പേരും ഞാനുമായിരുന്നു ആദ്യം ഇറങ്ങിയത്, ബാക്കി എല്ലാവരും മേലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നുപോയി. അപ്പോൾ ഞാൻ ബാക്കിൽ നോക്കിയപ്പം അവരൊരു സ്ഥലത്ത് ഒരു പാർപ്പുറത്തിരിക്കുന്നുണ്ട്, ഒരു നായ ഉണ്ടായിരുന്നു, അത് ആ സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവരും കൂടെ വന്നിട്ട് ഒന്നിച്ച് പോകാമെന്നുള്ള രീതിയിൽ താഴെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ കാണാനില്ല. പിന്നെ പീക്കിലുള്ള കുറച്ച് പേരെ ഞാൻ കുറച്ച് നടന്ന് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ അവരുടെ അടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേലെയാണ് അവരെ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ മല കറങ്ങി അങ്ങനെ വരുമായിരുന്നു. ലെഫ്റ്റ് സൈഡ് കുറേ നേരം കറങ്ങിപ്പോയിട്ടും കണ്ടില്ല, താഴെ ആളില്ല മേലെ ആളില്ല. അപ്പോൾ ചെറിയ ഡൗട്ടായി. പിന്നെ ഞാൻ കയറുമ്പോൾ കണ്ട കുറച്ച് അടയാളങ്ങളൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കി, അത് കറക്റ്റായിട്ടല്ല കാണിക്കുന്നത്. അത് ജസ്റ്റ് ലെഫ്റ്റ് കുറച്ച് പോയിട്ട് 3.8 kilometers കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് കറക്റ്റ് അല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എവിടെ എന്നിട്ട് സെറ്റിൽഡായത്? എങ്ങനെയുള്ള ഒരു സ്ഥലം നോക്കിയാൽ സെറ്റിൽഡായത്? അവിടുന്ന് പിന്നെ മൂവ് ചെയ്തില്ലായിരുന്നോ? ഇല്ല, ഞാനൊരു 6:45 ആയപ്പോഴാണ് ആ ഒരു അരുവിയുടെ ഒരു ഏരിയ ആയിരുന്നു, ഒരു വലിയ പാറയുടെ ഏരിയ, സൈഡിൽ കൂടെ ഒരു അരുവി പോകുന്നുണ്ട്. അവിടെ നിന്ന് 6:45 ശേഷം നമ്മൾ നടക്കുകയാണെങ്കിൽ അപകടമായിരിക്കും എന്ന് പറയുന്നതുകൊണ്ട് അതൊക്കെ ഇരുട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കാമെന്ന് വെച്ചു. വെള്ളമുള്ള ഏരിയ ആണ്, വെള്ളം കുടിക്കാം. പിന്നെ മൃഗങ്ങൾക്ക് ആക്സസ് കുറഞ്ഞ ഏരിയ ആണ്, മീൻസ് വെള്ളം കുടിക്കാനായിട്ട് മൃഗങ്ങൾ വരാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ സ്റ്റേ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അല്ല, അവിടെ ഈ തിക്ക് ഫോറസ്റ്റ് കവർ ഇല്ലായിരുന്നു അവിടെ? കനോപ്പിയുള്ള അങ്ങനെ ഒരു സ്ഥലമായിരുന്നില്ല? അതോ 2 സൈഡിലും നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്, പക്ഷേ ഈ ഒരു പാറ അത്യാവശ്യം വലിയതായിരുന്നു. മരച്ചില്ലകൾ ഒടിച്ചൊടിച്ചിടും. ഈ റെസ്ക്യൂ ടീമുകൾ തിരഞ്ഞു വരുമ്പോൾ ഒരുപക്ഷെ ഈ അടയാളം കണ്ടിട്ട് ഇതിൽ പോയിട്ടുണ്ടെന്ന് മനസ്സിലാവും അല്ലേ? പക്ഷെ അത് മനസ്സിലാക്കാൻ അത് ഫലം കണ്ടില്ല. ഇല്ല, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. മീൻസ് ഇപ്പം ഈ ഒരു സമയത്ത് കുറേയൊക്കെ ഇടിഞ്ഞ് മീൻസ് മരമൊക്കെ വീണിട്ടുണ്ട്. പിന്നെ ഈ പാറക്കെട്ടിലിരുന്ന് ഒച്ച വെക്കാനോ ബഹളം വെക്കാനോ നോക്കിയില്ലേ? ഈ എന്തായാലും ഒരു മിഷൻ ഓൺ ചെയ്ത് കാണും എന്നൊരു തോന്നലുണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ ഓഫീസിലൊരു ഫ്രണ്ടിനെ അറിയാം, മീൻസ് തലേദിവസം വന്ന സ്ഥലമൊക്കെ അറിയാം. പിന്നെ ഇയാൾ മീൻസ് ഹോം സ്റ്റേ ഓണർ കേട്ടിട്ടുണ്ടാവാമെന്നുണ്ട്. പിന്നെ വൈകിട്ട് 5 മണി വരെയാണ് ഇതിൻ്റെ ടൈം. 5 മണിക്ക് നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയില്ലെങ്കിൽ, സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ
അതും അവർക്കറിയാൻ പറ്റും. അപ്പം എന്തെങ്കിലും ആയിട്ട് റിപ്പോർട്ടായിട്ടുണ്ടാവും, സെർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊരു ഹോപ്പുണ്ടായിരുന്നു. ഈ ആകാശത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു, ഡ്രോണുകൾ വല്ലതൊക്കെ വരുന്നുണ്ടോ? ഫസ്റ്റ് ഡേ മോർണിംഗ് ഞാൻ അതാണ് വെച്ചാൽ ഡ്രോണോ അങ്ങനെ എന്തെങ്കിലും വരും എന്നാണ്. എന്ന് വെച്ചാൽ മേലെ കൂടി എന്ത് പോയാലും നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഏരിയയാണ്, പാറയുടെ മുകളിലായുണ്ട്, അവിടെ മരങ്ങളില്ലല്ലോ. അല്ല അതുകൊണ്ടുകൂടിയാണോ പാറയുടെ മുകൾ ഭാഗം സെലക്ട് ചെയ്തത്? കാരണം എന്തെങ്കിലും ഒരു ഏരിയയിൽ സർവൈലൻസ് വന്നാൽ അതിൽ എളുപ്പം പെടണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നോ? ഇല്ല, അന്ന് അങ്ങനെ ഒരു ചിന്ത പോയിട്ടില്ല. അന്ന് സേഫായ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും കണക്കൂട്ടിയില്ല. ഇല്ല, മീൻസ് നൈറ്റ് സേഫ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു നൈറ്റ് മാത്രമല്ല ചെലവഴിക്കേണ്ടി വന്നത്. ഈ ആദ്യ നൈറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മനസ്സിൽ വല്ലാത്ത ചിന്തകളൊക്കെ വന്നോ, അതോ വളരെ ക്വയറ്റായിട്ട് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് ഉച്ചയ്ക്ക് ഈ ഫോൺ ഓഫായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പെട്ടു എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ നടന്നു വരുമ്പോഴൊരു 3 സ്ട്രീമൊക്കെ കടന്നിട്ടാണ് വന്നത്, ക്രോസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്നത് കറക്റ്റ് ഡയറക്ഷൻ അല്ല എന്ന്. മീൻസ് നമ്മൾ മേലോട്ടേക്ക് കയറുമ്പം സ്ട്രീമൊന്നും കണ്ടിട്ടില്ല, സൈഡിലെങ്ങാനും സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പം വഴി തെറ്റിയിട്ടുണ്ടെന്ന് കറക്റ്റ് അറിയാമായിരുന്നു. അപ്പം മുതൽ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. എന്ത് സാഹചര്യം വന്നാലും അതിനെ മാനേജ് ചെയ്യുക. പിന്നെ ഇങ്ങനൊരു ടിപ്പ് അല്ലെങ്കിൽ നേരത്തെ ഈ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ ട്രക്കിൽ? അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയാൽ അവിടെ തന്നെ ഹോൾഡ് ചെയ്യുക, അല്ലാതെ അതിലെ അലഞ്ഞിരിഞ്ഞിരുന്നാൽ കൂടുതൽ ലാഭത്തിലേക്ക് പോകുന്നൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല, മീൻസ് നമ്മളിങ്ങനെ ഒരു നൈറ്റൊക്കെ ആയതിന് ശേഷം പിന്നെ നമ്മൾ സഞ്ചരിക്കുന്നത് അപകടമാണെന്നറിയായിരുന്നു. അപ്പം നമുക്ക് ഉറങ്ങാൻ ചൂസ് ചെയ്യുന്ന സ്ഥലം സേഫായിരിക്കണം. മരത്തിൻ്റെ മേലെയൊന്നും നമുക്ക് എങ്ങനെയായാലും കയറി ഉറങ്ങാൻ പറ്റില്ലല്ലോ, അപ്പോൾ സേഫ് ഇങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും. പിന്നെ കൈവശമുള്ളത് ഒരു ചെറിയ വാട്ടർ റിസോഴ്സ് ഉള്ളതാനും, അപ്പം വാട്ടറിൻ്റെ ഒരു സ്കേഴ്സിറ്റി ഇല്ലാത്തൊരു സ്ഥലം കൂടെ സെലക്ട് ചെയ്യാൻ വേണം അല്ലേ? ഈ ഭക്ഷണം കഴിക്കാതെ കുഴപ്പമുണ്ടായില്ല? ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടായില്ല. വെള്ളം കുടിച്ച് കഴിച്ച് വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല. വിശപ്പൊന്നും ഉണ്ടായില്ല. അവർ മനസ്സിലൊരു ഭയം എപ്പോഴെങ്കിലും തോന്നി തുടങ്ങിയിരുന്നോ? ഈ ഞാൻ ഒറ്റപ്പെട്ടു പോയാലും ഒരു മനുഷ്യൻ്റെ ഒരു വലിയ കാടാണ്, മുകളിലേക്കൊക്കെ ആകാശം, താഴെ വെള്ളച്ചാട്ടം അല്ല വെള്ളത്തിൻ്റെ ഒഴുക്ക്, പിന്നെ കുറേ ജീവികളും കാണും. പേടി അങ്ങനെ തോന്നിയിട്ടില്ല, ഒരു ഘട്ടത്തിലും തോന്നിയില്ല. ഇല്ല, പേടി തോന്നിയിട്ടില്ല. ഒന്നുകിൽ എന്തെങ്കിലും ഡ്രോൺ വരും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ നടന്നു നോക്കും, ഏതെങ്കിലും ട്രക്കേഴ്സിനെ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും പീക്കിലെത്തിയിട്ട് താഴേക്ക് നോക്കി ട്രെയിൽ കണ്ടുപിടിക്കാം. അങ്ങനെ ഓരോരോ പ്ലാനൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അല്ല, അവിടുന്ന് ഇറങ്ങാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നോ അവസാനം എത്തിയപ്പോഴേക്കും? ഞാൻ ഡെയിലി ഓരോ പ്ലാൻ ഇടുമായിരുന്നു. അതായത് ഫസ്റ്റ് ടൈം ഞാൻ വിചാരിച്ചത് സൂര്യൻ ഉദിക്കുമ്പം എനിക്ക് ഈസ്റ്റ് മനസ്സിലാവും, അപ്പം നോർത്ത് ഈസ്റ്റിലേക്ക് പോകാമെന്നായിരുന്നു. അപ്പം പക്ഷെ രാവിലെ ആയപ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ നിൽക്കുന്ന സ്ഥലം ഭയങ്കര കൊല്ലിയാണ്, മീൻസ് താഴേക്ക് പോകാനേ പറ്റാത്തൊരു സ്ഥലമാണെന്ന്. അപ്പം ആ പ്ലാൻ പോയി. പിന്നെ അവിടെ നിൽക്കുമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും സെർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോട്ടെ. പിന്നെ ഇടയ്ക്ക് വെറുതെ സ്ക്രീം ചെയ്ത് നോക്കും, കൂവിയൊക്കെ നോക്കും. അതിനൊന്നും ഈ ഇടവേളയ്ക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂവോ? രാവിലെ കുറച്ച് നേരം ഉച്ചയ്ക്ക് റൊട്ടീനായിരുന്നു. 3 നേരം കൂവിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ബോറടിക്കുമ്പോൾ കൂവായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേയും ഞാൻ ചോദിച്ചു, ഇൻ കേസ് അറിഞ്ഞില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഓഫീസിൽ എൻ്റെ ലാസ്റ്റ് ലൊക്കേഷനൊക്കെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഡേയും അങ്ങനെ തന്നെ ഇരുന്നു. അല്ലെങ്കിൽ രാവിലെ എണീച്ച് പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. രാവിലെ 6 o'clock ഇറങ്ങുന്നു, അപ്പം നല്ല ടൈമുണ്ട്, എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. പക്ഷെ അന്ന് നല്ല മഴ പെയ്തു, ഉച്ചയ്ക്കൊരു മഴ പെയ്തു, വൈകിട്ടൊരു 1 hour കണ്ടിന്യൂസ് മഴ പെയ്തു. എൻ്റെ ബാഗും ഷൂ എല്ലാ കാര്യങ്ങളും നനഞ്ഞു. അപ്പം അന്നത്തെയും പ്ലാൻ പോയി. പിറ്റേ ദിവസവും നനഞ്ഞിരിക്കുകയാണല്ലോ, പിറ്റേ ദിവസം ഉണങ്ങാനൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ ഒരു ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെയും മേലെ ക്ലൗഡൊക്കെ കണ്ടു. അപ്പം സെയിം അവസ്ഥയായിരിക്കും, മഴ പെയ്യുമെന്ന് ഉറപ്പായി. അപ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു എല്ലാം കൂടെ എടുത്തിട്ട് മേലോട്ട് ക്ലൈംബ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ക്ലൈംബ് ചെയ്തു. അതാണ് ക്രൂഷ്യലായത്. അപ്പം 12 മണിക്ക് കയറാന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ബുദ്ധിപരമായ കാര്യമില്ല. എന്നുവെച്ചാൽ ആ സമയത്ത് തുടങ്ങിയാൽ നമുക്കൊരു പീക്കിലെത്തണമെങ്കിൽ തന്നെ വൈകിട്ടാവും. അപ്പം പിന്നെ അവിടെ നിന്ന് വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല, താഴെ വരെ എത്താനും ടൈമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം പോകുന്ന വഴിക്ക് കുറേ കിലോമീറ്റേഴ്സ് പോയി, നല്ല ഡെൻസ് ഫോറസ്റ്റും ആയിരുന്നു. പിന്നെ നമുക്ക് നടക്കാൻ പറ്റാത്ത, മീൻസ് നല്ല മഴ പെയ്ത കാരണം മണ്ണൊക്കെ ഇടിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഞാൻ വെറുതെ കൂവി നോക്കിയപ്പം, അല്ല മീൻസ് ആരോ കൂവുന്ന കേട്ടു, തിരിച്ചു കൂവി. അങ്ങനെയാണ് അവരെ കാണുന്നത്. ഈ കാട്ടിലൊരു കാഴ്ച കാണാൻ ഇപ്പം നമ്മൾ രാത്രിയിൽ ഒരു ഒറ്റപ്പെട്ട കാട്, ഇത് ഡെൻസ് ഫോറസ്റ്റ് ആണ്. ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ മഞ്ഞുണ്ടാവും,
ഒരുപാട് കാഴ്ച എങ്ങനെയാണ് ആ ഒരു പാറപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വിഷൻ എങ്ങനെയുണ്ട്? ശരിക്കും നമ്മൾ ഇവിടുത്തെ രാത്രി പോലെയല്ല, കാട്ടിൽ രാത്രി കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളാണ്. ലൈക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വലിയ മീൻസ് മരങ്ങളുള്ള വലിയ കാടാണ്. ലെഫ്റ്റ് സൈഡും നല്ല കാടാണ്. റൈറ്റ് സൈഡ് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല, ചെറിയ കുറ്റിക്കാട് അങ്ങനെയൊക്കെയാണ്. എന്നാലും ഡെൻസാണ്, നടക്കാൻ പറ്റാത്ത ഏരിയയാണ്. കാട്ടിലൊരു വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ആദ്യം ചീവീട് സ്റ്റാർട്ട് ചെയ്യും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നിറയെ മിന്നാമിനുങ്ങൾ വരും. സീസണിലാണോ എനിക്കറിയില്ല, നിറയെ വരും. പിന്നെ ഈ സ്കൈ ഭയങ്കര ക്ലിയർ ആയിരിക്കും. നമുക്ക് സ്റ്റാർസൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സാറ്റലൈറ്റ്സ് പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഫുൾ മൂൺ ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 11 o'clock ഒക്കെ ആകുമ്പം മൂണിങ്ങനെ വരും. പിന്നെ കംപ്ലീറ്റ് കാട് മുഴുവൻ നല്ല ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല, അത്ര ലൈറ്റ് വരുന്നുണ്ടായിരുന്നു. നല്ല വെട്ടമാണ്. പക്ഷെ അത് നമുക്ക് പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും കാണാനും പറ്റുന്നില്ല. നല്ല ലൈറ്റ് ഉണ്ട്, പക്ഷെ ഡീറ്റെയിൽസ് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഭയങ്കര രസകരമായ കാഴ്ചയാണ്. ഈ ഒരു ആശങ്കയുടെ നിഴലല്ല നിന്നാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയാനല്ലേ? അല്ല, എന്നിട്ടും എൻജോയ് ചെയ്തോ? ഞാൻ പകലിടയ്ക്ക് ഞാൻ ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. ആണല്ലേ? ഈ ആളുകൾ പലപ്പോഴും ചോദിക്കും ഇതെന്തിൻ്റെ കേടാണ്, ഇതുപോലൊക്കെ കാട്ടിൽ പോയി നിൽക്കണോ, ഈ ഒറ്റപ്പെട്ട് പോകണോ, അങ്ങനെയൊക്കെ കുറച്ച് പേരെങ്കിലും വിചാരിക്കും. മറ്റു കുറച്ച് ആളുകൾ പറയുന്നത് കൊള്ളാം, വൈബാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പെഡിഷൻസ് വഴിയാണ് എല്ലാ മാറ്റങ്ങളും നടക്കുക എന്നാണ്. എന്ത് തോന്നുന്നു ഇങ്ങനെ യാത്രകൾ, ഈ യാത്രയിൽ ഒറ്റപ്പെട്ട് പോവുക ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരം എന്താണ്? ഞാൻ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ അല്ല, ട്രക്കിങ്ങിന് പോകാറുണ്ടോ സ്ഥിരമായിട്ട്? ട്രക്കിങ്ങിന് ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്, സ്ഥിരമായിട്ടല്ല, ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്നൊക്കെ ഫസ്റ്റ് ടൈമാണ്. അതെ. ഈ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണോ അതോ? ട്രക്കിംഗ് അല്ലാതെയും ചെറുതായിട്ടൊക്കെ യാത്രയൊക്കെ പോകാറുണ്ട്. വീട്ടുകാരോട് പറഞ്ഞിട്ട് പോയ യാത്രയായിരുന്നോ? ഇത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കൂർഗ് എത്തിയ ശേഷം വിളിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ഈ ഹോം സ്റ്റേ സ്റ്റേ ഒന്നും കിട്ടിയില്ല, അത് നോക്കണമായിരുന്നു. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ നല്ല രീതിയിലുണ്ടായിരുന്നു, വിളിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ വീട്ടുകാർ ശരിക്കും ഇത് അറിഞ്ഞത് മിസ്സിങ് ആയപ്പോഴാണോ? അതിന് ശേഷമായിരിക്കണം. എന്ത് പറഞ്ഞു ആദ്യം വിളിച്ചപ്പോഴത്തേക്ക്? എന്താ പറഞ്ഞത്? ഇന്നലെ വൈകിട്ടാണ് വിളിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല, ഹാപ്പിയാണ്. തിരിച്ചു കിട്ടിയോണ്ടായിരിക്കും. വഴക്കൊന്നും ഇനിയിപ്പോൾ പറയില്ലായിരിക്കും. അറിയില്ല. ഇത് ഇത്ര വലിയ ചർച്ചയായി മാറുമെന്നും ഈ പുറത്ത് ലോകം ഇത്ര കാര്യമായി ചർച്ച ചെയ്യുമെന്നൊക്കെ തോന്നിയിരുന്നു അവിടെ ഇങ്ങനെ ആകാശത്തേക്ക് മിന്നാമിനുങ്ങിൻ്റെ വെട്ടത്തിൽ? ഇല്ലില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തത് എൻ്റെ ബ്രദറുണ്ട്, ബാംഗ്ലൂരാണ്, അവൻ എത്തുമായിരിക്കും. പിന്നെ ലാസ്റ്റ് ലൊക്കേഷൻ അറിയുന്ന ഫ്രണ്ടുണ്ട് യദു, അവനും എത്തുമായിരിക്കും. അതെനിക്ക് 100% ഉറപ്പായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു മീഡിയയിലൊക്കെ ഇത്ര ഇതാവും എന്നുള്ള രീതിയിലൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ യാത്രകൾ തുടരുമോ അതോ? യാത്ര തുടരണം. ഇനി ഞാനിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുമല്ലോ. തിരിച്ചറിഞ്ഞു. അതാണ് ഒരു പ്രശ്നം. എന്നാലും പോവാം അല്ലേ? തീർച്ചയായും. ഇനിയിപ്പോൾ എന്നാ പോകുന്നത്? തിരിച്ചു ജോലിക്ക് ഉടനെ പോവോ അതോ? ജോലിക്ക് നാളെ പോവാന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത ട്രിപ്പ് വീട്ടിൽ പറഞ്ഞിട്ടാണോ പോവാ, പറയാതെ പോവാ? വീട്ടുകാരുടെ നിലപാടൊന്നും കറക്റ്റായിട്ട് അറിയട്ടെ എന്നിട്ട് പറയാം. അതാത് യാത്രയുടെ സാഹചര്യം അനുസരിച്ചിരിക്കും. എന്തായാലും വളരെ രസകരമായ യാത്രയുടെ അനുഭവമാണ്. ഇപ്പോൾ നമുക്ക് വളരെ രസകരമായി തോന്നുമെങ്കിലും ഒരു കൊടും കാട്ടിനുള്ളിൽ മുകളിലേക്ക് നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു ആളുടെ അവസ്ഥ കുറച്ചുകൂടെ ഭിന്നമാണ്. പക്ഷെ അതൊന്നും ഒരു തരത്തിലുമുള്ള ഒരു കുലുക്കം ശരണയിൽ വരുത്തിയിട്ടില്ല. കൃത്യമായി ഇപ്പോഴും വളരെ കൂളായി നിൽക്കുകയാണ്. പുറത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ ആശങ്കയൊന്നും ശരണയ്ക്ക് ഉണ്ടാവുകയും ചെയ്തില്ല. എന്തായാലും അടുത്ത യാത്ര വൈകാതെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.